നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന കർശന നിയന്ത്രണമാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോസ്റ്ററുകളും ലഘുലേഖകളും മുദ്രാവാക്യങ്ങളും ഉൾപ്പെടെയുള്ള പ്രചരണങ്ങളിൽ ഒരു തരത്തിലും കുട്ടികളെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളോട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടികൾക്ക് അയച്ച മാർഗനിർദ്ദേശത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നും ഈ സുപ്രധാന പരാമർശം ഉണ്ടായിരിക്കുന്നത്. പാർട്ടികളും സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്തെങ്കിലും വിധത്തിൽ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും കുട്ടികളുടെ കയ്യിൽ പിടിക്കുക, വാഹനത്തിൽ കൊണ്ടുപോകുക, റാലികൾ സംഘടിപ്പിക്കുക തുടങ്ങി ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. കവിത, പാട്ട്, വാക്കുകൾ, രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൽ തുടങ്ങി ഒരു തരത്തിലും കുട്ടികളെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉപയോഗിക്കേണ്ട എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത ഒരു രാഷ്ട്രീയ നേതാവിന്റെ സാമീപ്യത്തിൽ ഒരു കുട്ടി അവരുടെ രക്ഷിതാവിനൊപ്പമാണ് എങ്കിൽ അത് മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമായി കണക്കാക്കില്ല എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ സ്കൂളിലും മറ്റും പഠിക്കുന്ന ഹൈസ്കൂൾ തലം മുതലുള്ള വിദ്യാർത്ഥികളൊക്കെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കുടപിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ സജീവമായി തന്നെ രംഗത്തിറങ്ങാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത് അത്ര വലിയ ഒരു പ്രശ്നമല്ല എങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റും കുട്ടികൾ വ്യാപകമായി ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും കുട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ പ്രചരണത്തിൽ നിൽക്കേണ്ടതില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.